അങ്ങനെ യഥാർത്ഥ ആൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് KSUക്കാർ ആരോപിച്ച SFIക്കാരിയെ ഗവൺമെൻറ് പീഡറായിട്ട് ശുപാർശ ചെയ്തു എന്ന് ആരോപിച്ച ആ യുവ എം പി രംഗത്ത് വന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. അദ്ദേഹം സമ്മർദ്ദമെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും പുകയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുൻ മന്ത്രി K. ബാബുവാണ് വെളിപ്പെടുത്തിയത്. ഒരു യുവ MP കോൺഗ്രസ്. അപ്പോൾ നമ്മൾ സംശയിച്ചു ഹൈബിയാണോ അല്ല, പിന്നെ ഷാഫിയാണോ അല്ല, പിന്നെ ഇനി ആരാണ് ഉത്തരവില്ല, പിന്നെ ഒരു യുവാവേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇനി മാർഗമില്ല. K. ബാബു തട്ടിയതോടെ ഇനി വേറെ മാർഗമില്ല. പിന്നെ ഈ 4 സൈഡിൽ നിന്നും കൂട്ടിയിട്ട് പുകയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഈ യുവ MP എടുത്ത് വെളിച്ചാടി. ഇത് കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട്, ഇത് MP ആണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്, ശുപാർശ ചെയ്യുന്നുണ്ട്. ശുപാർശ ചെയ്തതിൽ എന്താണ് പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പറഞ്ഞത് കഴിവ് കണ്ട്, എഫിഷ്യൻസി കണ്ടിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അതായത് KSUക്കാരെ പ്രകോപിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ്, ഒന്നൊരു ABVP-കാരനും ഒരു SFIക്കാരിയും ഗവൺമെൻറ് പീഡർമാരുടെ പട്ടികയിൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് അവർ ന്യായമായ കാര്യമാണ്. KSUക്കാരി ഈ SFIക്കാരി അവിടെ ഈ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്ത് KSUക്കാരെ ശരിക്കും മർദ്ദിക്കുന്നതിനും അവരെ ഉപദ്രവിക്കുന്നതിനും നേതൃത്വം കൊടുത്തയാളാണ്. ഒരുപാട് പിന്നെ KSUക്കാർക്ക് മർദ്ദനമേൽക്കുകയും അവിടെ KSU യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതെ വരികയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഈ യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിലും ഈ ലോ കോളേജിലാണെങ്കിലും ഒക്കെ തന്നെ KSU യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജ് പിന്നെ ആ കാലഘട്ടത്തിൽ KSU യൂണിറ്റ് പോലും അവിടെ ഇല്ലായിരുന്നു. KSU നേതാക്കന്മാരൊന്നും അവിടെ ഇല്ലായിരുന്നു, SFI മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ KSUക്കാർക്കെതിരെ അക്രമത്തിന് നേതൃത്വം കൊടുത്ത SFIയുടെ യൂണിറ്റ് ഭാരവാഹി തന്നെ കോൺഗ്രസിൻ്റെ ലെവലിൽ വന്നിട്ട് ഇത് പിന്നെ ഗവൺമെൻറ് പ്ലീഡറാകും. അതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അല്ല, ഈ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ച ഇപ്പോൾ സർക്കാർ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എത്ര പേർക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ആദ്യം തന്നെ അന്വേഷിച്ചു നോക്കണം. ഒരു വക്കീൽ മിനിമം 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് കാണുമല്ലോ. അങ്ങനെ ഒരാളിലെ ഇങ്ങനത്തെ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ഇവർക്ക് വെറുതെ എണ്ണപ്പെട്ടവരെ പിടിച്ചിരുത്തി വലുതോ ശമ്പളം കൊടുക്കുക, വലിയ കേസ് വരുമ്പോൾ വാദിക്കാൻ വേണ്ടി പുറത്തുനിന്ന് നാളെ കൊണ്ടുവരിക. ഇവിടെ ഡീൻ കുര്യാക്കോസിൻ്റെ പത്രസമ്മേളനം ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. ഇത് ഡീൻ പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. എന്താണെന്നറിയാം, അവർ ഈ 2022 മുതൽ കോൺഗ്രസ് ആണ്, ലോയേഴ്സ് കോൺഗ്രസ്സിൽ അംഗത്വം എടുത്തു. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരുടെ വികാരങ്ങൾ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ നന്നായി, എൻ്റെ ലോകത്തെന്നല്ല ഇന്ത്യയിൽ ഏറ്റവും അധികം കേസുള്ള MP ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാനാണ്. എൻ്റെ തലയിൽ കാണുന്ന 15 സ്റ്റിച്ച് കണ്ടോ, ഈ 15 സ്റ്റിച്ച് SFIക്കാർ തല്ലിപ്പൊട്ടിച്ചതാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഈ 2022 ശേഷം വന്ന ആൾക്ക് ഇപ്പൊ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം കിട്ടുന്നെങ്കിൽ 2000 ആണ്ട് തൊട്ടോ അതിനു മുമ്പോ ജന്മനാ KSUക്കാരായിട്ട് വന്ന് അടിയും എല്ലാം അനുഭവിച്ച് മാന്യമായ പ്രാക്ടീസോടുകൂടി നിൽക്കുന്ന എത്രയോ യുവ അഭിഭാഷകരുണ്ട് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ട്. ഇവർക്കെന്തേ ഇത് കൊടുത്തില്ല എന്നൊരു മറുചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതേസമയം CPM ഭരിക്കുന്ന സമയത്താണെങ്കിൽ നേരെ തിരിച്ചാണ്. അവർ നിർബന്ധമായി അവരെ പാർട്ടിക്കാരെ മാത്രമേ എടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. MP ശുപാർശ ചെയ്തിരിക്കുന്നത് എന്താണ്, അവർ ലോയേഴ്സ് കോൺഗ്രസിലെ അംഗമാണ് എന്നുള്ളത്. ലോയേഴ്സ് കോൺഗ്രസിലെ അംഗത്വം അല്ല ഇതിന് പരിഗണിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ലോയേഴ്സ് കോൺഗ്രസ് ശുപാർശ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്ക് തന്നെ അറിയില്ല ആരാണ് നമുക്കൊണ്ട് പ്രവർത്തിച്ചത്, നമ്മളെ ഉപദ്രവിച്ചാൽ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇവർക്കില്ലെങ്കിൽ ഇവർ പിന്നെ എന്ത് പൊതുപ്രവർത്തനമാണ് അവർ നടത്തുന്നത്? അല്ല, ഇന്നത് എന്തായാലും ഇത്രയും ദിവസം നീണ്ടുനിന്ന ദുരൂഹതയ്ക്ക് അന്ത്യം കുറിച്ച് ഇന്ന് K. ബാബു ആണ് ആ വെടി പൊട്ടിക്കുന്നത്. K. ബാബു അങ്ങനെ സാധാരണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാറില്ല. K. ബാബുവിനെ കണ്ടിട്ട് എത്രയോ കാലം. കാരണം അദ്ദേഹം MLA ആയിരുന്നു. ഇത്തവണ മത്സരിക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ കണ്ടിട്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം നിലവിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തവണ മത്സരിച്ച് ജയിച്ച് ഒരു മന്ത്രിയാകേണ്ട ആളാണ്. ഷുഗർ മന്ത്രിയായിരുന്നു, നല്ല പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ കിട്ടുന്ന ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം, ആകേണ്ട ആളായിരുന്നു. പക്ഷേ അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിൽ വിരമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനൊരു സ്വയം വിരമിച്ച് VM സുധീരനെ പോലെ സ്വയം വിരമിച്ച് പാർലമെന്റ് ജീവിതത്തിൽ നിന്ന് മാറി. വേറെ ഒരു ഇപ്പൊ VM സുധീരനാണ് ഇടയ്ക്കിടയ്ക്ക് 2 പ്രസ്താവനയും കൊണ്ടും വരുന്നത്. ഈ പുള്ളി അതിനും വരുന്നില്ല അല്ലേ, നിവർത്തികെട്ടായിരിക്കും പുള്ളി പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് നിവർത്തികെട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചെന്ന് ചോദിച്ചതാണ്. മുതിർന്ന നേതാവല്ലേ, മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ആളാണ്. അപ്പൊ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് അങ്ങോട്ട് വന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ചോദിച്ചത് ഈ KSUവും ഈ മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്ലീഡർ നിയമനത്തിന് പിന്നിലുള്ളത് ഒരു MP ആണ്. ആ MP ഒരു യുവ MP ആണ്, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു യുവ MP. അത് ഒരിക്കലും ഷാബി പറമ്പിലല്ല, ഒന്ന് ഞങ്ങളുടെ നാട്ടുകാരെ ഹൈവിയുമല്ല.
പിന്നെ നമ്മളപ്പോൾ ആലോചിച്ചാൽ ഇനി ഒരു UMP ആരാ ഉള്ളത്? ഉള്ളത് പിന്നെ ഷാഫി മേത്തർ, പക്ഷേ UMP എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ വന്നു ജബി മേത്തർ, ജബി മേത്തർ, ഷാഫി മേത്തർ അല്ല, ജബി മേത്തർ. അപ്പോൾ അവരെ UMP എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ പറയാവുന്ന UMP എന്ന് പറയുന്നത് ഡീൻ കുര്യാക്കോസാണ്. അപ്പോൾ അവസാനം ഡീൻ കുര്യാക്കോസ് ഇത്രയും നാളും പമ്മിയിരിക്കുകയായിരുന്നു. ഇന്ന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഇനിയും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ പതുക്കെ ഡീൻ കുര്യാക്കോസ് പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് MP, അത് എനിക്ക് പിഴവ് പറ്റിയതൊന്നുമല്ല, അവർ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ. CPM ആയിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു, ഒറ്റ ചോദ്യമല്ല അവിടെ. CPM ആയിരുന്നെങ്കിൽ CPMകാർ ഇതുപോലെ പണ്ട് അവരെല്ലാം കുനിച്ചേർത്ത് ഇരിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു KSUവിൻ്റെ നേതാവ് ഒരാളുണ്ടെന്നിരിക്കട്ടെ, ആ ആളിനെ എടുക്കാൻ സമ്മതിക്കില്ല അവർ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ വ്യക്തമാണ്, നമുക്ക് ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിൽ വലിയ വീഴ്ചയുണ്ട്, വലിയ അജണ്ടയുമുണ്ട്. അതെ, നല്ല അജണ്ടയുണ്ട്. ഇതിനകത്ത് കച്ചവടം നടന്നോ എന്ന് നമ്മൾ അത് തന്നെയാണ് സാധാരണ, വേറെ അജണ്ട അത് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ പറയുന്നതാണ്. കാരണം ഇത് ആദ്യത്തെ ആൾ തൊട്ട് ഇതിനകത്ത് പിഴവാണ് സംഭവിച്ചത്. സ്മാർട്ട് ക്രിയേഷൻസ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ വേറെ എവിടെയെങ്കിലും ഗവൺമെന്റ് പ്ലീഡറായി വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല, ദേവസ്വം ബോർഡിന്റെ പ്രത്യേക പ്ലീഡറാക്കി കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് നോക്കിയിട്ടാണ്? അപ്പം ഇത് കച്ചവടമല്ലേ എന്നുള്ളത് ആലോചിക്കാം. പിന്നെ മാത്രമല്ല, എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇദ്ദേഹത്തിന് കൊടുത്തത്? ഇതാണ്. ഈ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചോ? ദേവസ്വം മന്ത്രി ആരാണ്? മുരളീധരനാണ്. മുരളീധരൻ ഈ വാർത്ത TV-യിൽ വരുന്നുണ്ടെ മുരളീധരൻ വായും പൊളിച്ച് നിൽക്കുകയാണ്. അല്ല, അത് പല വകുപ്പുകളിൽ നടന്ന സംഭവം തന്നെയാണല്ലോ. അപ്പോൾ ഏതായാലും ഈ പ്ലീഡർമാരെ നിയമനത്തെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ ഇനി അങ്ങോട്ട് ഒരു പ്ലീഡർമാരെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഈ പല കോർപ്പറേഷനുകളുണ്ട്, ചില KDDC പോലുള്ള വളരെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളുണ്ട്. അതിന് ഡയറക്ടറോട് മെമ്പറാകുക, ചെയർമാൻ ആവുക എന്നുള്ളത് വലിയ മത്സരമായിരിക്കും. അതിൽ നിന്ന് CPM എന്നും BJP എന്നും ആരൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത് നോക്കാം. അല്ല, ഈ പറഞ്ഞ ദേവസ്വം ബോർഡിന് വെച്ചത് കൂടാതെ CPIയുടെ ഒരാളെ ഗവൺമെന്റ് ലീഡറാക്കി, CPMന്റെ ഒരാളെ CPI ആവശ്യപ്പെട്ട് രാജിവെക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ രാജിവെച്ച. CPMന്റെ ഒരാളെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ABVP-കാരനെയും ഈ പറയുന്ന ഈ SFI-കാരിയെ ആക്കിയത്. അതിന് ഇവർ പറയുന്ന ന്യായം അവരിപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിലാണെന്നുള്ളതാണ്. ഈ കോൺഗ്രസിന് ഒരു പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വേറെ പ്രസ്ഥാനമുണ്ട്, അത് ഉണ്ടെന്നാണ്. ഒരുപാട് കോൺഗ്രസ് ഉണ്ട്. ശശി തരൂരാണ് ഇതിന്റെ എല്ലാ അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷണൽ കോൺഗ്രസ് ആണ്. പ്രൊഫഷണൽ കോൺഗ്രസ് ഡോക്ടർ ശശി തരൂരിനൊപ്പം പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ഞങ്ങളുടെ അവിടുത്തെ പഴയ DCC പ്രസിഡന്റ് P. മോഹൻരാജിന്റെ മകൻ പൈലറ്റ് ഉണ്ട്, ആനന്ദ് മോഹൻരാജാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവരതൊന്നും അന്വേഷിക്കുന്നില്ല, അവരും കൂടെ അന്വേഷിക്കാണ്ട് അവര് കൃത്യമായിട്ട് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതായത് ശശി അത് പക്ഷേ ഇപ്പം നിർജീവമാണ്. കാരണം ആ കോവിഡ് സമയത്തൊക്കെ ആനന്ദൊക്കെ വളരെ സജീവമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ആനന്ദ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളെ വിളിച്ചിട്ട് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഇൻഡിഗോയിൽ പൈലറ്റാണ്. അപ്പം അവരൊക്കെ അത്ര കൃത്യമായിട്ടാണ് കൊണ്ടുവന്നത്. ഇതിപ്പോൾ ശരിക്കും KSU ആണ് ഈ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്. അതിൻ്റെ പേരിൽ അലോഷ്യസ് സേവ്യറിനെ കണ്ടുകൂടാത്ത അവസ്ഥയിലേക്ക് ആക്കി സതീശൻ. അലോഷ്യസ് സേവ്യറിൻ്റെ കൂടെ ഒരു വലിയ വിഭാഗം രംഗത്തിറങ്ങുന്നു. അവരെല്ലാം KC വേണുഗോപാലിൻ്റെ ആളാണെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് എന്ത് ചെയ്യുന്നു? PM സുധീരൻ അലോഷ്യസ് സേവ്യറിനെ പ്രശംസിക്കുന്നു, നിലപാടുകളുടെ പേരിൽ പ്രശംസിക്കുന്നു, നിലപാടുകൾ ഉറക്കെ പറയണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ KC വേണുഗോപാൽ ഇന്ന് ആ ചെറിയ തോതിലൊന്ന് കളം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് വേദികളിൽ പറയണമെന്ന്, അതായത് പാർട്ടി വേദികളിൽ പറയണം. പാർട്ടി ഏത് വേദിയാണ്? ഈ KPC അവിടെ ഇല്ല, KPC പ്രസിഡന്റ് ഇല്ല. KPC യോഗം എന്നാണ് ചേരാൻ വേദി എന്ന് പറഞ്ഞത് KPC ഉണ്ട്. ഇത് എന്നോ ചേരാൻ പോണ ഒരു KPC വേദിയിലാണ് ഈ ഇതുപോലത്തെ ഒരു കാര്യം എന്ന് പറയേണ്ടത്. ഇത് നിയമനം നടത്തി കഴിഞ്ഞില്ലേ എല്ലാവരും? അതാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം, ഈ കോർപ്പറേഷൻ ബോർഡ് മെമ്പർ എന്നൊക്കെ പറഞ്ഞ് വൻ കുസ്തിയായിരിക്കും. ഇപ്പോൾ KDDCയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയാലൊരു ഗുണം, KDDCയുടെ കേരളത്തിലും പുറത്തുള്ള എല്ലാ ഹോട്ടലിൽ സുഖമായി ഫ്രീ ആയിട്ട് താമസിക്കാം, ഭക്ഷണം കഴിച്ച് അവിടെ ജീവിക്കും, യാത്രയെ വാഹനം കിട്ടും. ഇതിനായിരിക്കും ഏറ്റവും അടിയടക്കാൻ പോകണം. അടുത്ത് നോക്കിക്കോ, KDDCയിലെ ചെയർമാനും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ളതായിരിക്കും ആദ്യത്തെ അടി. പിന്നെ ഇത് വേറെ നല്ല കാശടിക്കാൻ പറ്റുന്ന നല്ല വകുപ്പുകൾ കോർപ്പറേഷനുകളുണ്ട്, അവിടെ എല്ലായിടത്തേക്കും അടിയായിരിക്കും. അവിടെയൊക്കെ മിക്കവാറും ഇവർ പുറകെ നടന്നില്ലെങ്കിൽ മൊത്തം CPMമാരും BJP-കാരുമായിരിക്കും അവിടുത്തെ ഭരണസമിതിയിൽ എത്തുക എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ പുന്നയ്ക്ക വികസന കോർപ്പറേഷൻ, വെണ്ടയ്ക്ക വികസന പറയും പോലെ തന്നെ വഴുതനങ്ങ വികസന കോർപ്പറേഷൻ, ഇങ്ങനെ പലവിധ സംഭവങ്ങൾ വരും. എന്താണെങ്കിലും ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ കോൺഗ്രസിനുള്ളിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, വലിയ ഒരു ചേരിതിരിവ് കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. ആ ഒറ്റക്കെട്ടായിട്ട് വന്ന ആ ഒരു രീതി, അത് ആദ്യമേ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹത്തെ തുടർന്ന് അന്ന് ഇതൊന്ന് ഉടലെടുത്തിരുന്നെങ്കിലും പിന്നീട് അത് അസ്തമിക്കുകയായിരുന്നു. ഇതിൽ കുടുങ്ങാൻ പോണ ഒരാൾ ആരാണെന്ന് അറിയാമോ? T. സിദ്ദിഖായിരിക്കും. കാരണം കൃഷി മന്ത്രിയാണ്, കൃഷി വകുപ്പിൻ്റെ കീഴിലാണ് ഏറ്റവും അധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ളത്. ഇതിൻ്റെ മറ്റേ ഇന്നോവ കാറിൽ ചെയർമാൻ എന്ന ബോർഡ് വെച്ച് യാത്ര ചെയ്യാനും അതിൻ്റെ ജീവിതം ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഏറ്റവും അധികം കോർപ്പറേഷനുള്ള കൃഷി വകുപ്പിൻ്റെ കീഴിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള.
വൻ അടിയായിരിക്കും. മന്ത്രിക്ക് മനസ്സമാനം കാണില്ല എന്തായാലും. ഇത് എന്ന് തീരുമെന്നുള്ള ഇതിപ്പോൾ ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞാൽ മിക്കവാറും ഇതൊന്നും പുനഃസംഘടിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല കണക്കിനാണെങ്കിൽ. എന്താണെങ്കിലും CPM-ന് പ്രത്യേകിച്ച് ഒന്നും മിണ്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർ മിണ്ടേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രതിപക്ഷം റെഡിയായി കഴിഞ്ഞു കോൺഗ്രസിനുള്ളിൽ തന്നെ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നല്ല ഗംഭീരമായിട്ടുള്ള അടികൾ നാളെ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും.